ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ലെറ്റ് us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ആകാശവാണി 10ാം തരം വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന റേഡിയോ ടീച്ചർ എന്ന ചോദ്യോത്തര പരിപാടിയിൽ ഇന്ന് കേരള പാഠവലിലെ ചില പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് ചോദ്യങ്ങളായി നൽകുന്നത്. ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പേര് EN ദിനേശ് ബാബു. ഞാൻ EMS സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ഇനി നമുക്ക് ടീമുകളെ പരിചയപ്പെടാം. ടീം എ. എന്റെ പേര് ആദിശ്രീ. എന്റെ പേര് മയൂക. ഞങ്ങൾ GHSS പാലയാട് നിന്ന് വരുന്നു. ടീം ബി. എന്റെ പേര് ദേവനന്ദ. എന്റെ പേര് ദേവിക. ഞങ്ങൾ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യാവിൽ നിന്ന് വരുന്നു. ഓക്കെ. ടീം സി. എന്റെ പേര് സാരംഗ്. എന്റെ പേര് നിരഞ്ജൻ. നമ്മൾ GHSS കുഞ്ഞിമംഗലം സ്കൂളിൽ നിന്ന് വരുന്നു. ഓക്കെ. ടീം ഡി. എന്റെ പേര് വന്ദന സഹൽ. എന്റെ പേര് അവന്തിക CP. GHSS ചേലോറയിൽ നിന്ന് വരുന്നു. ഓക്കെ. ടീം ഇ. എന്റെ പേര് പാർവതി KK. എന്റെ പേര് അനുഷ്മിത KK. ഞങ്ങൾ ചെമ്മലോട് HSSൽ നിന്ന് വരുന്നു. ഞാൻ തുടങ്ങാം. നമുക്ക് എന്റെ ഒന്നാമത്തെ ചോദ്യം ടീം എയോടാണ്. ആത്മാവിന്റെ വെളിപാടുകളും അത്തർമാശി. എന്റെ പ്രവേശക പ്രവർത്തനമായിട്ട് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന അധ്യായമാണ്. അതിന്റെ പ്രവേശക പ്രവർത്തനമായിട്ട് 2-3 വരികൾ കൊടുത്തിട്ടുണ്ട്. കല എത്ര ദീർഘം, സാധനാലഭ്യം ആവൂ, ജീവിതം എത്ര ഹ്രസ്വകരം. ഈ വരികൾ ആരുടേതാണ്? അറിയില്ല. അപ്പൊ ടീം ബി. പാബ്ലോ നെരൂദ. പാബ്ലോ നെരൂദ. ഉത്തരം തെറ്റാണ്. ഉത്തരം ഗോയിദയാണ്. ജർമ്മൻ കവിയായ ഗോയിദയുടെ വരികളാണ്. ശരി, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ടീം ബിയോടാണ്. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട പാറക്കഷ്ണം പോലെയല്ലേ ഇപ്പോൾ തന്റെ അവസ്ഥ. ഈ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ദസ്തേവ്സ്കിയുടെ ജീവിതം കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെയാണ്. ദസ്തേവ്സ്കിയുടെ ജീവിതം കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല എന്നാണ്. സത്യത്തിൽ ദസ്തേവ്സ്കിയുടെ ഒരു ആത്മനിന്ദയാണ്. ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയാണ് ദസ്തേവ്സ്കിയുടെ ഒറ്റപ്പെടൽ, അദ്ദേഹത്തിനുണ്ടാകുന്ന നിരാശ. ഇതൊക്കെയാണ് അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട പാറക്കഷ്ണം ശ്രദ്ധിക്കപ്പെടുന്നില്ല, അതുപോലെയാണ് തന്റെ ജീവിതാവസ്ഥ എന്നാണ് അതിന്റെ ഉത്തരം. നിങ്ങളുടെ ഉത്തരത്തിൽ ചെറിയൊരു പാകപ്പിഴ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിന് 3 മാർക്ക് ഞാൻ നൽകുന്നു. ശരി, അടുത്ത ചോദ്യം ടീം സീക്ക. അതിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴോ വീണ്ടും കഴുകന്റെ നഖങ്ങളിലേക്ക്. ഇത് നൽകുന്ന സൂചന എന്താണ്? ദസ്തേവ്സ്കി പ്രാർത്ഥനയുടെ ലോകത്ത് നിന്ന് പുറത്തു കടക്കുമ്പോൾ അദ്ദേഹം യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ പൂർണ്ണമായി തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ പീഡങ്ങളെയൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം അല്പനേരം പ്രാർത്ഥനയിൽ കടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായും തന്റെ മനസ്സിൽ നിന്ന് എല്ലാ പീഡങ്ങളെയും മറക്കാൻ കഴിയുന്നില്ല. വെരി ഗുഡ്. യാഥാർത്ഥ്യം വളരെ പരുപരുത്തതാണ്. അതിൽ നിന്ന് അഭയം നേടുന്ന പ്രാർത്ഥനയിലാണ്. പക്ഷെ പുറത്തു കടക്കുമ്പോൾ വീണ്ടും യാഥാർത്ഥ്യത്തിന്റെ കഴുകൻ നഖങ്ങളിലേക്ക് തന്നെയാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. 5 മാർക്ക് ടീം സിക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ദസ്തേവ്സ്കിയുടെ സാഹിത്യ ജീവിതത്തിലെ നാഴികക്കല്ല് എന്ന് പറഞ്ഞിരിക്കുന്ന രചന. അധോതലക്കുറിപ്പ്. വെരി ഗുഡ്. അധോതലക്കുറിപ്പുകൾ. അധോതലക്കുറിപ്പുകളാണ് അതിന്റെ ഉത്തരം. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത 2 പേർ. അവരാണ് ആരൊക്കെയാണ്? മൈക്കിളും സ്വന്തം ഭാര്യ മേരിയയും. വെരി ഗുഡ്. ടീം ഇക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം എന്നാൽ ടീം ഇയോട് തന്നെ. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ശവക്കുഴിയിൽ അവളോടൊപ്പം എന്താണ് അടക്കിയെന്ന് ഞാൻ അറിയുന്നത്. ഈ വാക്യത്തിലെ ആശയം എന്താണ്? തന്റെ ഭാര്യ മേരിയ മരിച്ചപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഭാര്യയുടെ സ്നേഹം. ഭാര്യ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭാര്യയോടുള്ള സ്നേഹം അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാനോ അതുപോലെ തന്നെ മനസ്സിലാക്കാനോ സാധിച്ചിരുന്നില്ല. ഭാര്യയുടെ മരണത്തോട് അനുബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഭാര്യ തന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം ചെലുത്തിയിട്ടുണ്ട് എന്നും ഭാര്യയുടെ സ്നേഹം തിരിച്ചറിയുന്നത്. വെരി ഗുഡ്. ഇത്രയും ശരിയാണ്. ഈക്ക് 5 പോയിന്റ്. ശരി, അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഉപദേശത്തിന്റെ കുറവ് കൊണ്ടാണോ മനുഷ്യൻ ചീത്തയാവുന്നത്? ആരുടെ ജീവിതം പരാമർശിക്കുന്നിടത്താണ് ദസ്തേവ്സ്കി ഈ ചോദ്യം ഉയർത്തുന്നത്? ദസ്തേവ്സ്കിയുടെ മകനായ പാഷയെ പറ്റി പറയുമ്പോഴാണ്. മേരിയയുടെ മകനായിട്ടുള്ള പാഷയുടെ ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെയൊരു അഭിപ്രായം ഉയർത്തുന്നത്. വെരി ഗുഡ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. എഴുത്തുകാരന്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന അട്ട. ആരെയാണ്
ദസ്തേവ്സ്കി പരാമർശിക്കുന്നത്? സ്റ്റെലോവ്സ്കിയെ ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചേട്ടൻ മൈക്കിളിന്റെ ഉടമസ്ഥതയിലുള്ള പ്രസിദ്ധീകരണ സ്ഥാപനം ഏതായിരുന്നു? എപ്പോക്ക്. ടീം ബിക്കും 5 പോയിന്റ്. പിന്നെ ടീം എയോടാണ്. കുടിലബുദ്ധികളുടെ ഇക്കാലത്ത് അതിനേക്കാൾ പ്രയാസമുള്ള എന്തു പണിയാണ് ഈ ഭൂമിയിൽ ഉള്ളത്? എന്താണ് പ്രയാസമുള്ള കാര്യമായി ദസ്തേവ്സ്കി പറയുന്നത്? നന്മയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രയാസമായിട്ട് ദസ്തേവ്സ്കിയോടെ പറയുന്നത്. ഓക്കെ. നന്മയുടെ മൂർത്തിയായി ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം, പ്രത്യേകിച്ച് ഈ കുടിലബുദ്ധികളുടെ ഇക്കാലത്ത്. ടീം എക്കും 5 പോയിന്റ് ലഭിച്ചിരിക്കും. നമ്മുടെ ക്വിസ് മത്സരത്തിന്റെ 1ാം റൗണ്ടിലെ മാർക്കാണ് പറയുന്നത്. ടീം എക്ക് 5 പോയിന്റ്, ടീം ബി 8 പോയിന്റ്, ടീം സി 10 പോയിന്റ്, ടീം ഡി 10 പോയിന്റ്, ടീം ഇ 10 പോയിന്റ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. ഞാൻ വിഗ്രഹിച്ചെഴുതുക. എന്റെ ചോദ്യം ടീം എയോടാണ്. തീവണ്ടി എന്ന പദത്തിനെ എങ്ങനെ വിഗ്രഹിക്കാം? തീയിലോടുന്ന വണ്ടി. തീയിലോടുന്ന വണ്ടിയല്ല. ടീം ബി തീ കൊണ്ടോടുന്ന വണ്ടി. വെരി ഗുഡ്. ടീം ബിക്ക് 3 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ്. ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു പോയ കുട്ടികൾ ദിവസം കഴിഞ്ഞാണ് വെളിച്ചം കണ്ടത്. ദസ്തേവ്സ്കിയുടെ അധോതല കുറിപ്പുകൾ എപ്പോക്കിലാണ് വെളിച്ചം കണ്ടത്? ഇതിൽ വെളിച്ചം കണ്ടത് എന്ന ആ പ്രയോഗത്തിന് ഞാൻ അടിവരയിടുന്നു. ഇതിന്റെ അർത്ഥ വ്യത്യാസം ഒന്ന് പറയാമോ? ആദ്യത്തേതില് ഗുഹയ്ക്ക് അകത്തുനിന്ന് ഒരുപാട് നാള് ഗുഹയ്ക്കകത്ത് പെട്ടിരിക്കുന്ന കുട്ടികൾ കുറച്ചു നാളിന് ശേഷം വെളിച്ചം കാണുന്നു. അതില് അവരുടെ ഒരു അവസ്ഥ, അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു. രണ്ടാമത്തേതില് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു ബുക്ക്, ആ ബുക്ക് ഇറങ്ങുമ്പോൾ തന്നെ വളരെയധികം പ്രാചാരത്തിലേക്ക് എത്തുന്നു. അപ്പൊ അത് വളരെ നന്നായി പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു അല്ലെ? ഒന്നാമത്തേല് ഗുഹയ്ക്ക് അകത്തുനിന്ന് പുറത്തേക്ക് കുട്ടികൾ വരുന്നു, വെളിച്ചം കാണുന്നു. രണ്ടാമത്തേല് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടതിനെ കുറിച്ചാണ് വെളിച്ചം കണ്ടു എന്ന് പറയുന്നത്. ടീം ബിക്ക് 5 പോയിന്റ് ലഭിക്കുന്നു. സിയോടാണ് അടുത്ത ചോദ്യം. അക്കർമാശി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അർദ്ധജാതി. അർദ്ധജാതി ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ശരൺകുമാർ ലിംബാളയെ സ്വാധീനിച്ച മതം ഏതാണ്? ബുദ്ധമതം. വെരി ഗുഡ്. ടീം ഡി ഉത്തരം പറഞ്ഞത് ശരിയാണ്. ടീം ഡിക്കും 5 പോയിന്റ് ലഭിക്കുന്നു. ടീം ഇയോടാണ് അടുത്ത ചോദ്യം. പഴക്കട എന്ന പദം എങ്ങനെ വിഗ്രഹിക്കും? പഴം വിൽക്കുന്ന കട. വെരി ഗുഡ്. പഴം വിൽക്കുന്ന കട. ടീം ഇക്കും 5 പോയിന്റ്. ടീം ഇയോട് അടുത്ത ചോദ്യം. ആത്മാവിന്റെ വെളിപാടുകൾ എന്ന പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം എന്താണ്? ഏത് ജീവിത പ്രതിസന്ധിയിലും തളരരുത് എന്ന സന്ദേശവും അതുപോലെ തന്നെ അതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ദസ്തേവ്സ്കി തന്റെ പീഠാനുഭവങ്ങളെ സ്നേഹിക്കാനാണ് പഠിച്ചത്, അതും പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് വീണ്ടും 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ടീം ഡിയോടുള്ള ചോദ്യം. ശരൺകുമാർ ലിംബാളെ കുട്ടിക്കാലത്ത് നിത്യ സുഹൃത്തായി വിശേഷിപ്പിക്കുന്നത് ആരെയാണ്, അല്ലെ എന്തിനെയാണ്? വിശപ്പ്. വിശപ്പ്. വെരി ഗുഡ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. കുമാർ മാമയുടെ സ്വഭാവത്തിന് ചേരുന്ന വിശേഷണം എന്താണ്? ഓപ്ഷൻ തരാം. സ്നേഹസമ്പന്നൻ, മടിയൻ, അധ്വാനശീലൻ. മടിയൻ. മടിയൻ. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണത്. 5 മാർക്ക് ടീം സിക്ക്. അടുത്ത ചോദ്യം ടീം ബിയോട്. അത് ഈ ക്ലാസിന്റെ മുഴുവൻ വിജയമാണ്. ക്ലാസ് ടീച്ചർ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? വീണ് കിട്ടിയ 30 രൂപ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ സിനിമ കാണാനായി ഉപയോഗിക്കാതെ അത് പ്രിൻസിപ്പലിന് തിരിച്ചു കൊടുത്തത് കൊണ്ട് ആണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് മുഴുവൻ പോയിന്റ് ലഭിക്കുന്നു. 5 പോയിന്റ് ലഭിക്കുന്നു. എയോടാണ് ചോദ്യം. 30 രൂപ വീണ് കിട്ടിയപ്പോൾ അത് കണ്ട സുഹൃത്ത് ആരായിരുന്നു? അറിയില്ല. ആ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ഉത്തരമായിരുന്നു. ആ ചോദ്യം ടീം ഇക്ക് പാസ് ചെയ്യുകയാണ്. ആരാണ് ആ കൂട്ടുകാരൻ? പിർജാദെ. വെരി ഗുഡ്. പിർജാദെ ആയിരുന്നു അത് കണ്ടത്. നമുക്ക് അക്കൽക്കോട്ടിൽ പോയി സിനിമ കാണാം, അല്ലെ നമുക്ക് പകുതി എടുക്കാം, പിന്നീട് പറഞ്ഞ് 20 രൂപ നീ എടുത്തോ 10 രൂപ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ പിർജാദെ ആയിരുന്നു. ടീം ഇക്ക് 3 പോയിന്റ്. അപ്പൊ നമുക്കിനി 2ാം റൗണ്ടിലെ മാർക്ക് നോക്കാം. ടീം എ GHSS പാലയാട് 2ാം റൗണ്ടിൽ മാർക്കൊന്നും നേടിയിട്ടില്ല. ടീം ബി സേക്രഡ് ഹെഡ് HSS പയ്യാവൂർ 13 മാർക്ക്. ടീം സി GHSS കുഞ്ഞിമംഗലം 10 മാർക്ക് നേടിയിരിക്കുന്നു. ടീം ഡി GHSS ചേലോറ 10 മാർക്ക്. ടീം ഇ ചെമ്പിലോട് HSS 13 മാർക്ക്. മലയാളം കേരള പാഠാവലി തുടർന്ന് കേൾക്കാം നാളെ ഇതേ സമയം.
അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിതാനാഥ്. റേഡിയോ ടീച്ചർ.